സ്വർണ്ണവില കുത്തനെ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ രാജ്യത്ത് നിന്ന് തന്നെയുള്ള സ്വർണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. നിലവിൽ ഇന്ത്യയിലെ പ്രവർത്തനക്ഷമമായ ഏക സ്വർണ്ണഖനി കർണാടകയിലെ ഹട്ടിയിലാണെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിൽ വലിയ തോതിൽ പര്യവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആന്ധ്രയിലും കർണാടകയിലും ഒഡീഷയിലുമെല്ലാം സ്വർണ്ണ നിക്ഷേപം ഉള്ളതായി പര്യവേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടങ്ങളിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലും അത്യാവശ്യം സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. വയനാടിനും നിലമ്പൂരിനും പുറമെ 2006 പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി താഴ്വരയിലും സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഖനന ഭൂവിജ്ഞാന വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കേരള സർക്കാരിന്റെ രേഖകൾ പ്രകാരം വയനാട് ജില്ലയിലെ മേപ്പാടി, ചുണ്ടേൽ, വൈത്തിരി, തരിയോട് പ്രദേശങ്ങളിലും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താഴ്വരയിൽ മരുത, മണ്ണുചിനി, കാപ്പിൻ, കടന്നവണ്ണ പ്രദേശങ്ങളിലും ചാലിയാർ, പുന്നപ്പുഴ നദീതടങ്ങളിലും സ്വർണ്ണ നിക്ഷേപമുണ്ട്. വയനാട്ടിലെ സ്വർണ്ണ നിക്ഷേപ സാധ്യതകൾ യഥാർത്ഥത്തിൽ ആദ്യം മനസ്സിലാക്കുന്നത് പണിയർ ഉൾപ്പെടുന്ന ഗോത്രവിഭാഗക്കാരാണെങ്കിലും ഈ വിവരം ബ്രിട്ടീഷുകാരുടെ അറിവിലേക്ക് എത്തിയതാണ് വഴിത്തിരിവായത്. ചാലിയാറിലൂടെ ഒഴുകിയെത്തുന്ന സ്വർണത്തിന്റെ യഥാർത്ഥ ഉറവിടം വയനാടൻ മലനിരകളായിരുന്നു. ആദിവാസികൾ തങ്ങളുടേതായ രീതിയിൽ സ്വർണം പുഴയിൽ നിന്ന് അരിച്ചെടുത്തിരുന്ന സ്ഥാനത്തേക്ക് 1877 പുതിയ കമ്പനി തന്നെ രൂപീകരിച്ച് ബ്രിട്ടീഷുകാർ ഖനനം ആരംഭിച്ചു. വിതേഴ്സ് എന്ന ഓസ്ട്രേലിയക്കാരന്റെ ആൽഫ ഗോൾഡ് മൈൻ കമ്പനി വയനാടൻ കുന്നുകളിലും നാടുകാണി ചുരത്തിനപ്പുറം നിലമ്പൂരിലും മഞ്ഞലോഹം തേടി വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. വൈത്തിരി മുതൽ ചേരമ്പാടി വരെയുള്ള പ്രദേശങ്ങളിൽ ഖനനം നടന്നിരുന്നുവെന്നാണ് രേഖകളിലുള്ളത്. നിലമ്പൂരിലെ ചാലിയാർ നദിയെ സ്വർണ്ണവാഹിനി എന്നായിരുന്നു വിളിച്ചിരുന്നതെന്ന് മലബാർ മാനുവലിൽ വില്യം ലോഗർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാട്ടിലെ സ്വർണ്ണശേഖരത്തിന്റെ വിവരം അറിഞ്ഞതോടെ ആൽഫ് ഗോൾഡ് മൈൻ കമ്പനിക്ക് പുറമെ കൂടുതൽ കമ്പനികൾ ഇവിടേക്ക് എത്തി. മേപ്പാടി, പന്തല്ലൂർ, വൈത്തിരി, തരിയോട് തുടങ്ങിയ ഭാഗങ്ങളിലാണ് 35-ലേറെ കമ്പനികൾ ഖനനം നടത്തിയതെന്നാണ് ചരിത്രം. വലിയ മുതൽ മുടക്കോടെയാണ് ഖനനം ആരംഭിച്ചതെങ്കിലും പ്രതീക്ഷിച്ച പോലെ സ്വർണം വേർതിരിച്ചെടുക്കാൻ ഒരു കമ്പനിക്കും സാധിച്ചിരുന്നില്ല. ഇതോടെ ഓരോരുത്തരായി പതിയെ കമ്പനി പൂട്ടി മലയിറങ്ങുകയായിരുന്നു. കമ്പനി പൊളിഞ്ഞതോടെ ഗോൾഡ് മൈൻ ഇന്ത്യ എന്ന കമ്പനിയുടെ ഉടമ സ്മിത്ത് മൂൺ എന്ന മുതലാളിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കഥയും വയനാട്ടിലെ സ്വർണ്ണമോഹങ്ങൾക്ക് പറയാനുണ്ട്. സ്മിത്തിന്റെ മരണശേഷം ഭാര്യ ലിസി സ്മിത്ത് ഖനന പ്രദേശം മദ്രാസ് സർക്കാരിന് കൈമാറി. ഇന്ന് ഈ പ്രദേശം ലേഡി സ്മിത്ത് എന്ന് അറിയപ്പെടുന്ന വനമാണ്. സുഗന്ധഗിരിയിൽ ബ്രിട്ടീഷുകാർ സ്വർണം അരിച്ചെടുക്കുന്നതിനായി ഉപയോഗിച്ച കൂറ്റൻ ഉരുക്കുകട്ടകളുടെ ശേഷിപ്പുകളും ഇപ്പോൾ കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന പഠനങ്ങളിൽ വീണ്ടും വയനാട് മലകളിൽ വലിയ സ്വർണ്ണ നിക്ഷേപം ഉള്ളതായി കേന്ദ്ര ജിയോളജി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഖനന സാധ്യതകൾ തുടരാനായി അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൽ നിന്നും അനുമതിയും ലഭിച്ചു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലാഭകരമായി തന്നെ വയനാട്ടിൽ നിന്നും സ്വർണം ഖനനം ചെയ്യാമെന്നും കണ്ടെത്തി. എന്നാൽ ഖനനം പരിസ്ഥിതിക്ക് വലിയ ക്ഷതം ഉണ്ടാക്കുമെന്നതിനാലാണ് സർക്കാർ അതിന് തയ്യാറാകാതിരുന്നത്. പിന്നീട് ബാണാസുര സാഗർ ഡാം വന്നപ്പോൾ തരിയോടുന്ന വയനാട്ടിലെ ഒരു കാലത്തെ ഏറ്റവും വലിയ പട്ടണവും സ്വർണ്ണ നിക്ഷേപവും തന്നെ പൂർണ്ണമായി വെള്ളത്തിനടിയിലായി. 1993-94 കാലഘട്ടത്തിൽ ജിയോളജി വകുപ്പ് നടത്തിയ പഠനത്തിലും നിലമ്പൂരിലെ മരുത ഭാഗത്ത് 250 ഹെക്ടർ വനഭൂമിയിൽ വലിയ തോതിലുള്ള സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരുന്നു. തുടർ പഠനങ്ങൾക്കും മറ്റുമായി അന്ന് തന്നെ 1.25 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചായി അന്ന് വാർത്തകളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇല്ലാതായി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ള മണ്ണ് മരുതയിലേതാണെന്നാണ് പറയപ്പെടുന്നത്. 1960-കളിൽ തുടങ്ങിയ പൊന്നരിപ്പ് 90 വരെ തുടർന്നു. കൂട്ടിൽപ്പാറ, പരലുണ്ട, ഇരുൾക്കുന്ന്, മണ്ണിച്ചീനി എന്നിവിടങ്ങളിലെ വനപ്രദേശങ്ങളിലുള്ള മേൽമണ്ണിൽ നിന്നും മലകളിൽ നിന്നും മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തുന്ന സ്വർണ്ണത്തരികൾ ലഭിച്ചു തുടങ്ങിയതോടെയാണ് മരുത വനങ്ങളിലെ മലകളിൽ മേൽമണ്ണിൽ സ്വർണ്ണ നിക്ഷേപമുണ്ട് എന്ന് മനസ്സിലാവുന്നത്. മരുതയിൽ മാത്രമല്ല, വഴിക്കടവ് പഞ്ചായത്തിന്റെ മറ്റു പ്രദേശങ്ങൾ എടക്കര, മൂത്തോടം, പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകളിലെ മേൽമണ്ണിലും സ്വർണ്ണ നിക്ഷേപമുള്ളതായി പറയപ്പെടുന്നു. അട്ടപ്പാടി, വയനാട്, നിലമ്പൂർ എന്നിവിടങ്ങളിലായി 10,000 കോടി രൂപയിലധികം മൂല്യമുള്ള സ്വർണ്ണ ശേഖരമുള്ളതായാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ കണ്ടെത്തൽ. എന്നാൽ സ്വർണ്ണ ഖനനം ചെയ്യുന്നത് വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടായേക്കുമെന്നതാണ് പ്രധാന തടസ്സം. Subscribe to One India and never miss an update.